നമസ്കാരം. പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റായി കെ സുധാകരൻ നാളെ ചുമതലയേൽക്കും. ഹൈക്കമാൻഡ് അനുമതി നൽകി. ജനങ്ങൾ ചൂടിൽ മരിക്കുമ്പോൾ പിണറായി കുടുംബവുമായി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോയി, വിമർശിച്ച് വി മുരളീധരൻ. തൃശൂർ എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. വാർത്തകൾ വിശദമായി. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടുണ്ട്. കെ സുധാകരൻ നാളെ 10 മണിക്ക് ചുമതലയേൽക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള മടങ്ങിവരവ്. താൻ തന്നെയാണ് ഇപ്പോഴും KPCC പ്രസിഡന്റ് എന്നും ഏത് സമയത്തും സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുള്ളൂ എന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കകത്ത് ഒരു അനിശ്ചിതത്വവുമില്ല. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി തോന്നിയിട്ടുമില്ല. ആർക്കെതിരെയും പരാതിയുമില്ല. KPCC പ്രസിഡന്റ് സ്ഥാനം ആരും തരേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പ്രസിഡന്റ് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ടെടുക്കാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ വരേണ്ട സമയത്ത് താൻ വരുമെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ BJP നേതാവ് വി മുരളീധരൻ. റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയാണ് പിണറായി വിജയൻ എന്ന് മുരളീധരൻ പറഞ്ഞു. ജനങ്ങൾ ചൂടിൽ മരിക്കുമ്പോൾ പിണറായി കുടുംബവുമായി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോയി. ഇതിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയും വ്യക്തത വരുത്തണം എന്നും അദ്ദേഹം പറയുന്നു. വിനോദയാത്ര നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്, ആരാണ് സ്പോൺസർ എന്ന് വ്യക്തമാക്കണം. MV ഗോവിന്ദൻ മറുപടി പറഞ്ഞാലും മതി. മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ആർക്കും ചുമതല ഏൽപ്പിക്കാതെ ഇറങ്ങിപ്പോയി. ഇത് ജനങ്ങളോട് കാണിക്കുന്ന നിരുത്തരവാദിത്വമാണ്. യെച്ചൂരിക്ക് ഇതിൽ നിലപാടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ബംഗാളിലെ സ്ഥിതി അധികം വൈകാതെ കേരളത്തിലും വരും. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ 19 ദിവസം വിനോദയാത്ര നടത്തുകയാണോ ചെയ്യേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. തൃശൂർ എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് പുറകുവശത്ത് താമസിക്കുന്ന അരിക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സൂര്യാഘാതം ഏറ്റാണ് പശു ചത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.